ലോകം മുഴുവൻ ആശങ്കയോടെ വീക്ഷിച്ച 1990-91 ഗൾഫ് യുദ്ധകാലം. പ്രാണഭീതിയിൽ പ്രവാസികൾ ഒന്നൊന്നായി തിരികെ നാട്ടിലേക്ക് മടങ്ങുന്ന സമയം. സാധാരണക്കാർ മുതൽ വ്യവസായ പ്രമുഖർ വരെ ഒരായുസിന്റെ സമ്പാദ്യവും സ്വപ്നങ്ങളും പിന്നിൽ ഉപേക്ഷിച്ച് UAE എന്ന ദേശത്തെ കൈയൊഴിയുന്ന ഘട്ടം. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു മലയാളി തന്റെ സ്വപ്നങ്ങൾ അങ്ങനെ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. യുദ്ധമായാലും സമാധാനമായാലും തന്റെ ഭാവി ജീവിതം ഗൾഫിൽ തന്നെ എന്നയാൾ ഉറപ്പിച്ചു. അതിന്റെ പേരിൽ ഇനി ആജീവനാന്ത സമ്പാദ്യം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ജീവഹാനി തന്നെ നേരിടേണ്ടി വന്നാലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്ന് അയാൾ ഉറപ്പിച്ചു. തലമുറകളായി വ്യാപാരം നടത്തിയിരുന്ന അയാൾക്ക് അബുദാബിയിൽ സ്വന്തമായി നിരവധി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ഷോപ്പുകളിലേക്ക് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി യൂറോപ്പിലേക്ക് നടത്തിയ യാത്രകൾക്കിടയിലാണ് എല്ലാ സാധനങ്ങളും ഒരേ കൂരയ്ക്ക് ചുവട്ടിൽ ലഭ്യമാക്കുന്ന സൂപ്പർ മാർക്കറ്റ് എന്ന സങ്കല്പം അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനെ UAE-യിലേക്കും പറിച്ചു നടാൻ അയാൾ ധൈര്യപ്പെട്ടു. അധികം വൈകാതെ അത് UAE-യുടെ രാഷ്ട്രപിതാവിന്റെ ശ്രദ്ധയിലും പെട്ടു. തന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒന്നില്ലാതെ നാടുവിട്ട് ഓടുമ്പോൾ ഈ യുദ്ധകാലത്ത് എന്തിനിങ്ങനെ തന്റെ നാട്ടിൽ ഈ മനുഷ്യൻ പണം മുടക്കുന്നു എന്നാണ് ഷെയ്ഖ് സായിദിന് അറിയേണ്ടിയിരുന്നത്. ലോകത്തിലെ ഏറ്റവും ദാനശീലനായ അങ്ങ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരിക്കുന്നതിനാലും ദാനശീലരെ അല്ലാഹു ബുദ്ധിമുട്ടിക്കില്ല എന്നതിനാലും ഈ രാജ്യത്തിന് അപകടമൊന്നും വരില്ല എന്ന് എനിക്കുറപ്പുണ്ട് എന്നായിരുന്നു അയാൾ പറഞ്ഞ മറുപടി. ആ മറുപടി ഷെയ്ഖ് സായിദിനെ അതീവ സന്തുഷ്ടനാക്കി. ബിസിനസ് വിപുലീകരിക്കാൻ ആവശ്യമുള്ള പണം ദീർഘകാല വായ്പയായി ലഭിക്കാനുള്ള സൗകര്യം അദ്ദേഹം ഇയാൾക്ക് ചെയ്തു കൊടുത്തു. ഇഴമുറിയാത്ത ഒരു ആജന്മ ബാന്ധവത്തിന്റെ തുടക്കമായിരുന്നു അത്. ആ ബന്ധം ഈ ബിസിനസ്സുകാരന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ആയിരക്കണക്കിന് മലയാളികളുടെ സമീപകാല കേരളത്തിന്റെ സാമൂഹിക ചരിത്രം തന്നെ അത് മാറ്റി എഴുതി. തൃശ്ശൂരിലെ നാട്ടികയിൽ ജനിച്ച് പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയ മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദർ മകൻ യൂസഫ് അലി എന്ന MA യൂസഫ് അലി ആയിരുന്നു ഗൾഫ് യുദ്ധകാലത്ത് UAE-യിൽ തന്റെ സാമ്രാജ്യത്തിന് തറക്കല്ല് പാകിയ ആ മലയാളി. റീറ്റെയിൽ, സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് മോൾ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ അദ്ദേഹത്തിന്റെ ലുലു ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല ഈ ലോകത്തിന് തന്നെയും മാതൃകയാണ്. തൊഴിൽ തേടി ഗൾഫിലേക്ക് പുറപ്പെട്ടു പോകാൻ ഒരുങ്ങിയ ഒരു കൊച്ചുമകന് അവന്റെ വലിയുപ്പ കരുതലോടെ നൽകിയ 5 രൂപ നോട്ട് പിന്നീട് അങ്ങോട്ടുള്ള ദശാബ്ദങ്ങളിൽ ആയിരക്കണക്കിന് മലയാളികളുടെ തലക്കുറിയായി മാറിയതിന്റെ കഥ. വിയർപ്പ് ആവിയാക്കുന്ന മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റിൽ വെള്ളമൊഴിച്ച് തറതണുപ്പിച്ചു പോലും കിടന്നുറങ്ങിയ ആ യുവാവ് പിന്നീട് അങ്ങോട്ട് 10,000-കണക്കിന് മലയാളികളുടെ തൊഴിൽ ദാതാവും തലതൊട്ടപ്പനുമായി മാറിയതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വല്ലാത്തൊരു കഥ ഇന്നൊരു സ്വതന്ത്ര സംരംഭമാണ്. ഫേബിൾ ഫോക്സ് റിസർച്ച് എന്ന പേരിൽ ഒരു LLP കമ്പനി രൂപീകരിച്ച് 2024 ഡിസംബർ 13 സംരക്ഷണം തുടങ്ങിയ തികച്ചും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈ യാത്ര 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. തുടക്കത്തിലുണ്ടായ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾ സ്വന്തം സമ്പാദ്യവും ചില സുഹൃത്തുക്കൾ കടമായി തന്ന പൈസയും എടുത്താണ് നടത്തിയതെങ്കിൽ പിന്നീട് ഇതുവരെയുള്ള മാസങ്ങളിൽ യൂട്യൂബിൽ നിന്നുള്ള പരസ്യ വരുമാനമാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബാബു രാമചന്ദ്രൻ എന്ന വ്യക്തി മാത്രമല്ല ഈ സ്ഥാപനം. ഞങ്ങൾ 3 പേർ മുഴുവൻ സമയം ഇവിടെ ജോലിയെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ റിസർച്ചിനും മറ്റെല്ലാ സാങ്കേതിക സഹായങ്ങൾക്കുമായി ഒരു വലിയ കൂട്ടം ആളുകൾ എല്ലാ എപ്പിസോഡിലും നമ്മളുമായി സഹകരിക്കുന്നുണ്ട്. ഒന്നിച്ചിരിക്കുന്ന ഒരു ഓഫീസ് സ്പേസ് മുതൽക്ക് മറ്റെല്ലാ ചെലവുകൾക്കും മാസാമാസം പണം കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം ചരിത്ര സംഭവങ്ങളെയും വ്യക്തികളെയും ഏറ്റവും സത്യസന്ധമായും നിഷ്പക്ഷമായും കഥാരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും നല്ല ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ക്രിയേറ്റീവ് പണിയും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സാഹചര്യത്തിൽ എല്ലാ മാസവും മുന്നിൽ നിൽക്കുന്ന മിനിമം വരുമാനം എന്ന ആശങ്ക പരിഹരിക്കാൻ വേണ്ടി യൂട്യൂബിലെ മെമ്പർഷിപ്പ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്താമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മറ്റു ചാനലുകളിലെ പോലെ മെമ്പേഴ്സ് ഓൺലി വീഡിയോകളോ ഏർലി ആക്സസോ ഒന്നും തന്നെ ഞങ്ങൾ ഓഫർ ചെയ്യുന്നില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശശുദ്ധിയോടും വീഡിയോകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെടുക്കുന്ന അധ്വാനത്തോടുമുള്ള പ്രേക്ഷകരുടെ അംഗീകാരം എന്ന നിലയ്ക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷനെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. വല്ലാത്തൊരു കഥയെ സ്നേഹിക്കുന്ന, ഇങ്ങനെയൊന്നും നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന വിധത്തിൽ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി യൂട്യൂബിന്റെ ചാനൽ നെയിമിന് അടുത്തുള്ള ജോയിൻ ബട്ടണിൽ അമർത്തി മെമ്പർമാരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ കഴിയുന്നിടത്തോളം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിലും പങ്കാളികളാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1955 നവംബർ 15 അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. തൃശ്ശൂരിനടുത്തുള്ള നാട്ടിക എന്ന തീരദേശ ഗ്രാമത്തിലെ മുസ്ലിയാം വീട്ടിൽ MA അബ്ദുൽ ഖാദർ സഫിയ ഹജ്ജുമ്മ ദമ്പതികൾ വലിയ സന്തോഷത്തിലാണ്. അന്ന് അവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച ദിവസമാണ്.
തലമുറകളായി കച്ചവടം ജീവിതമാർഗമായി കണ്ടിരുന്ന മുസ്ലിം വീട്ടിൽ BM കുഞ്ഞാമുഹാജി കുഞ്ഞുബി ദമ്പതികളുടെ 7 ആൺമക്കളിൽ മൂത്തവനാണ് അഹമ്മദാബാദിൽ വ്യാപാരിയായിരുന്ന അബ്ദുൽ ഖാദർ. ആ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടി കൂടിയാണ് നാട്ടികയുടെ മണ്ണിലേക്ക് പിച്ച വെച്ചിറങ്ങാൻ പോകുന്നത്. അതൊരു ആൺകുഞ്ഞായിരുന്നു. അവർ അവന് യൂസഫ് അലി എന്ന് പേരിടുന്നു. നാട്ടികയിൽ അലയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളും കടന്ന് പിറന്ന നാടിൻ്റെയും കുടുംബത്തിൻ്റെയും യശസ് മഹാസമുദ്രങ്ങൾക്ക് അപ്പുറമുള്ള നാടുകളിലേക്കും ആ കുട്ടി വ്യാപിപ്പിക്കുമെന്ന് ആ കുടുംബത്തിൽ ആരും തന്നെ അന്ന് കരുതിയിരുന്നില്ല. സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതി ആയിരുന്നു അബ്ദുൽ ഖാദറിൻ്റേത്. തൻ്റെ മകന് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ആ അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. നല്ല വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ അവന് ഉയരങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. നാട്ടിക മാപ്പിള LP സ്കൂളിലും ഗവൺമെൻറ് ഫിഷറീസ് സ്കൂളിലുമായി 4ാം തരം വരെ പഠിക്കുന്ന യൂസഫ് തൻ്റെ ബാക്കി സ്കൂൾ ജീവിതം ചെലവഴിക്കുന്നത് തൃശൂർ കാട്ടൂർ കരാഞ്ചിറ സെൻറ് സേവിയേഴ്സ് ഹൈസ്കൂളിലാണ്. ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പ്രസംഗത്തിൽ യൂസഫ് ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പ്രസംഗകലയ്ക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ മൂലധനം പുതിയ അറിവുകളാണ്. അതിനുവേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ യൂസഫിൽ വളർന്നു. ഈ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ പിൽക്കാല വളർച്ചയുടെ പടവുകളിലും ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും കാണാം. ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ പിതാവും പിതൃ സഹോദരന്മാരും വ്യാപൃതരായിരുന്ന കച്ചവട മേഖല തന്നെയായിരുന്നു യൂസഫിൻ്റെ സ്വപ്നങ്ങളിലും ഉണ്ടായിരുന്നത്. പിതാവും പിതൃ സഹോദരങ്ങളും കച്ചവടത്തിൻ്റെ തിരക്കുകളായിരുന്നതുകൊണ്ട് കുട്ടിക്കാലത്ത് കുഞ്ഞു യൂസഫിനെ വളർത്തിയതും ഏറെ ആഴത്തിൽ ജീവിതത്തെ സ്വാധീനിച്ചതുമായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ പിതാമഹനായ കുഞ്ഞഹമ്മു ഹാജിയായിരുന്നു. ജീവിതത്തിലും കച്ചവടത്തിലും പുലർത്തേണ്ടുന്ന മൂല്യങ്ങൾ വല്യുപ്പയിൽ നിന്നാണ് യൂസഫ് പഠിച്ചത്. പിതാമഹൻ മുസ്ലിം വീട്ടിൽ കുഞ്ഞഹമ്മു ഹാജിയുടെ നാട്ടിലെ കച്ചവട ശൃംഖല 1950കളോടെ യൂസഫിയുടെ പിതാവ് അബ്ദുൽ ഖാദറും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ചേർന്ന് ഗുജറാത്തിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോഴേക്കും പൂർവികരെ പോലെ തൻ്റെയും മേഖല വ്യാപാരം തന്നെയാണ് എന്ന് യൂസഫ് തിരിച്ചറിയുന്നു. ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി എന്നവണ്ണം ബിസിനസ്സിൽ ഡിപ്ലോമ കരസ്ഥമാക്കാൻ അഹമ്മദാബാദിലേക്ക് പോയ യൂസഫ് അലിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു അവിടുത്തെ ജീവിതം. പിന്നീട് അങ്ങോട്ടുള്ള കാലം ബിസിനസ്സിൽ പലർക്കും സ്വപ്നം കാണാൻ പോലും ആവാത്ത നേട്ടങ്ങളെ വെട്ടിപ്പിടിച്ച യൂസഫ് അലിയുടെ പ്രയാണത്തിന്റെ തുടക്കം ഗുജറാത്തിലെ ഈ പഠനകാലത്തായിരുന്നു. അന്ന് അഹമ്മദാബാദിലെ തീൻ ദർവാസയിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുജൻ MK അബുവിന് MK സ്റ്റോഴ്സ് എന്ന പേരിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ടായിരുന്നു. പഠനത്തിനിടയിൽ കിട്ടുന്ന സമയമൊക്കെയും യൂസഫ് ചെലവിടുന്നത് ഈ സ്റ്റോറിൽ പണിയെടുത്തുകൊണ്ടാണ്. അങ്ങനെ പഠനകാലത്ത് തന്നെ ഗ്രോസറി സ്റ്റോർ ബിസിനസിന്റെ ബാലപാഠങ്ങൾ ആർജിച്ചെടുക്കാൻ നിയോഗമുണ്ടായത് യൂസഫിന്റെ സ്വപ്നങ്ങൾക്ക് അടിത്തറപ്പാകി. ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കുക അച്ഛനെയും അമ്മാവന്മാരെയും പോലെ അഹമ്മദാബാദിലോ നാട്ടിലോ ഒക്കെ സ്വന്തമായി 1-2 പലചരക്ക് കടയിട്ട് അത് വളരെ വിജയകരമായി ആജീവനാന്തം നടത്തിക്കൊണ്ടു പോകുന്ന യൂസഫ് അലിയാകും. എന്നാൽ അന്നത്തെ 20കാരനായിട്ടുള്ള ആ യുവാവിന്റെ നെഞ്ചിൽ വിരിഞ്ഞ സ്വപ്നങ്ങളുടെ ആകാശം അതിനേക്കാളൊക്കെ എത്രയോ വിശാലമായിരുന്നു. മുസ്ലിയാമ്മയുടെ കുടുംബാംഗങ്ങൾക്ക് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പലതും ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. അവയിൽ ഏതിലെങ്കിലും തുടരുകയോ അല്ലെങ്കിൽ അഹമ്മദാബാദിൽ സ്വന്തമായി പുതിയൊരു വ്യാപാര സ്ഥാപനം ആരംഭിക്കുകയോ ചെയ്യാൻ യൂസഫ് അലിക്ക് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. എന്നാൽ അയാൾ കണ്ട സ്വപ്നങ്ങളുടെ പറുദീസ അത് ഗൾഫായിരുന്നു എന്ന് മാത്രം. 1970കൾ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഏറെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. ജീവിതം കരുപിടിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ മലയാളികളിൽ നല്ലൊരു ഭാഗവും ഗൾഫ് എന്ന മരീചികയിലേക്ക് ഏതുവിധേനയും എത്തിപ്പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കുടിയേറ്റ കാലമായിരുന്നു അത്. യൂസഫിന്റെ പിതാവ് അബ്ദുൽ ഖാദറിന്റെ 4 സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനായ MK അബ്ദുള്ള സാഹിബ് അപ്പോഴേക്കും അബുദാബിയിൽ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പ് സ്വന്തമാക്കിയിരുന്നു. തന്റെ ജ്യേഷ്ഠപുത്രനെ അദ്ദേഹം അത് നോക്കി നടത്താൻ ക്ഷണിച്ചു. തനിക്ക് ലഭിച്ച ഈ അസുലഭ അവസരം വേണ്ടുവിധം പ്രയോജനപ്പെടുത്താൻ തന്നെ യൂസഫ് അലി എന്ന ചെറുപ്പക്കാരൻ തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തു. കൊച്ചുമകന്റെ ആഗ്രഹം അറിഞ്ഞ വലിയപ്പ കുഞ്ഞഹമ്മു ഹാജി അവനെ അരികിലേക്ക് വിളിപ്പിച്ചു. അന്നത്തെ ഒരു 5 രൂപ നോട്ട് കൊച്ചുമകന്റെ കയ്യിലേക്ക് തിരികെ വെച്ചുകൊണ്ട് അദ്ദേഹം അവന് എന്നുമെന്നും പാലിക്കേണ്ടുന്ന ഒരു ജീവിത പാഠം ഉപദേശിച്ചു നൽകി. നീ എന്നുമെന്നും സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും കഠിനാധ്വാനിയും സർവോപരി ദീനിയുമാകണം. എങ്കിൽ നിനക്കെന്നും ഉയർച്ചയുണ്ടാകും. എൻ്റെയും നിന്റെ വല്യുമ്മയുടെയും ദുവ നിനക്ക് എപ്പോഴും ഉണ്ടാകും. അനുഗ്രഹം ചാലിച്ച ആ ഉപദേശം പിന്നീട് എന്നും സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ യൂസഫ് അലി ശ്രദ്ധിച്ചു. അങ്ങനെ ഒടുവിൽ 1973 ഡിസംബർ 20 വല്യുപ്പയുടെയും പിതാവിൻ്റെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി ദുംറ എന്ന കപ്പലിൽ ബോംബെ തുറമുഖത്തു നിന്ന് MA യൂസഫ് അലി എന്ന യുവാവ് ഗൾഫിലേക്കുള്ള തൻ്റെ കന്നി യാത്ര ആരംഭിച്ചു. കടലിലൂടെ ദിവസങ്ങൾ നീണ്ട ഒരു യാത്രയായിരുന്നു അത്. അന്നോളം കപ്പൽ യാത്ര ശീലിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുഖകരമല്ല ആ അനുഭവം. കടൽ ചുരുക്കിൻ്റെയും മറ്റും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത്, നാട്ടിൽ പ്രിയപ്പെട്ട എല്ലാവരിൽ നിന്നും അകന്ന് അപരിചിതരായിട്ടുള്ള അനേകം പേർക്കൊപ്പം കടൽ കടന്ന് ദൂരേക്ക് പോകുന്നതിൻ്റെ മനോവിഷമം മറുവശത്ത്. ആകെയുള്ള പിടിവള്ളി ബുദ്ധിയുറച്ച നാൾ മുതൽക്ക് കൂടെയുള്ള അപാരമായ ആത്മവിശ്വാസവും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശകളും മാത്രമായിരുന്നു. ഏതാണ്ട് 11 ദിവസത്തോളം നീണ്ടുനിന്ന കപ്പൽ യാത്രയ്ക്കൊടുവിൽ 1973 ഡിസംബർ 31 അർദ്ധരാത്രിയോടെ യൂസഫ് അലി ആദ്യമായി ദുബായിലെ റഷീദ് തുറമുഖത്ത് കാലുകുത്തി.
പതിറ്റാണ്ടുകൾ നീളുന്ന ഒരു പ്രവാസി ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ്. തുറമുഖത്ത് തന്റെ ജ്യേഷ്ഠപുത്രനെയും കാത്ത് MK അബ്ദുള്ള സാഹിബ് നിൽപ്പുണ്ടായിരുന്നു. ഇരു കൈകളും നീട്ടി യൂസഫിനെ അദ്ദേഹം വാരിപ്പുണർന്നു. അവിടെ നിന്ന് അവരിരുവരും അബുദാബിയിലേക്ക് യാത്രയായി. ഒരു നീല ടൊയോട്ട പിക്കപ്പിൽ 4 മണിക്കൂറോളം യാത്ര ചെയ്താണ് അന്നവർ അബുദാബിയിലെ താമസ സ്ഥലത്ത് എത്തുന്നത്. അന്നത്തെ അബുദാബി നഗരം നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല. പോകുന്ന വഴിയിൽ പലയിടങ്ങളിലും മണൽക്കാടുകൾ മാത്രമാണുള്ളത്. കണ്ണു വായിക്കുന്നിടത്തെല്ലാം പരന്നു കിടക്കുന്ന മരുഭൂമി മാത്രം. അത് യൂസഫിനെ വല്ലാത്തൊരു വിഭ്രമത്തിലേക്ക് തള്ളിവിട്ടു. സ്വപ്നങ്ങളുടെ പൂങ്കാവനം തീർക്കേണ്ട മണ്ണിന്റെ കാഠിന്യം എത്രത്തോളമെന്ന് അവിടെ എത്തിച്ചേർന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം അറിഞ്ഞു തുടങ്ങി. തന്റെ ഇളയാപ്പയുടെ സ്വന്തം സ്ഥാപനത്തിൽ മുസ്ലിം മിഡിൽ കുടുംബത്തിലെ ആദ്യ പേരക്കുട്ടിയുടെ അധികാര സ്ഥാനത്തേക്കല്ല യൂസഫ് ആദ്യം തന്നെ കടന്നു ചെന്നത്. ചെറുതെന്നോ വലുതെന്നോ ഭേദമില്ലാതെ ആ കടയിലെ എല്ലാ ജോലികളും അയാൾ പരിശീലിച്ചു. സ്റ്റോർ കീപ്പറായും കടയിലേക്കുള്ള ചരക്കുകൾ വരുമ്പോൾ കയറ്റിറക്ക് തൊഴിലാളികളുടെ ഒപ്പം കൂടിയും സെയിൽസ്മാനായും ഒക്കെ യൂസഫ് അലി അന്ന് ജോലി ചെയ്യുന്നുണ്ട്. പൊരുവയിൽ പണിയെടുത്ത് ഷർട്ട് വിയർപ്പിൽ കുളിച്ചാലും ആ മുഖത്തെ ചിരി മാഞ്ഞിരുന്നില്ല. തുടക്കത്തിൽ സഹിക്കേണ്ടി വന്നിരുന്ന ഈ കഷ്ടപ്പാടുകളാണ് കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്ന് യൂസഫ് അലിയെ പഠിപ്പിച്ചത്. സ്റ്റോറിലെ ഈ അധ്വാനമെല്ലാം കഴിഞ്ഞ് മടങ്ങിയെത്തി താമസിക്കുന്ന ഇടത്താകട്ടെ എല്ലായ്പ്പോഴും വെന്തുരുകുന്നത്ര ചൂടുണ്ടായിരുന്നു. പേരിനൊരു വിൻഡോ AC ഒക്കെ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അതുകൊണ്ടൊന്നും മുറിക്കുള്ളിലെ ഉഷ്ണത്തിന് ഒരു ശമനവും ഉണ്ടായിരുന്നില്ല. മുറിക്കുള്ളിലെ പുഴുക്കം കാരണം മിക്കപ്പോഴും ടെറസിന്റെ മുകളിലായിരുന്നു യൂസഫിന്റെ ഉറക്കം. അതും വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തി ടെറസിന്റെ തറയിൽ വെള്ളമൊഴിച്ച് തറ തണുപ്പിച്ചതിന് ശേഷം മാത്രം. അന്ന് ആ ടെറസിൽ ആകാശം നോക്കി ഏറെ നേരം കണ്ണും മിഴിച്ച് കണ്ടിരുന്ന യൂസഫിന്റെ മനസ്സിൽ മുന്നോട്ട് പോകാനുള്ള ഊർജം പുറപ്പെട്ടു പോന്നപ്പോൾ അവൻ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. പുതിയ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് മറ്റാരും ചെയ്യാത്ത വളരെ യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അദമ്യമായ ആഗ്രഹം അയാളുടെ ഉള്ളിൽ കലശലായി. ജോലിയിലിരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും എല്ലാം ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ സദാ ഒരൊറ്റ ചിന്ത മാത്രം: എങ്ങനെ ഈ വ്യാപാരം വിപുലീകരിക്കാം, എങ്ങനെ കൂടുതൽ വളർച്ച നേടാം. പൊളിറ്റിക്സ് ഇസ് ദ ആർട്ട് ഓഫ് പോസിബിൾ, ദ അറ്റൈനബിൾ, ദ ആർട്ട് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞത് ജർമ്മൻ രാഷ്ട്രതന്ത്രജ്ഞനായിട്ടുള്ള ഓട്ടോ വൻ ബിസ്മാർക്കാണ്. അതായത് സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. ബിസ്മാർക്ക് രാഷ്ട്രീയം എന്ന് പ്രയോഗിച്ചത് യൂസഫ് അലി വ്യാപാരം എന്ന് തിരുത്തി. പലചരക്ക് കടയുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് വിശാലമായ പുറം ലോകത്തേക്ക് ചൂടുമാറ്റാനുള്ള തീരുമാനം യൂസഫ് അലിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് പിക്കപ്പ് വാൻ സംഘടിപ്പിച്ച് സ്റ്റോറിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാട് അദ്ദേഹം പുതുതായിട്ട് ആരംഭിച്ചു. ഉപഭോക്താവ് വ്യാപാരിയെ തേടി വരുന്നതിന് പകരം വ്യാപാരി ഉപഭോക്താവിന്റെ അടുത്തേക്ക് ചെല്ലുക എന്നത് അന്ന് ഒരു പുതിയ ആശയമായിരുന്നു. ക്രമേണ കടയിൽ ഇരിക്കുന്നതിനേക്കാൾ ഈ ജോലി ചെയ്യാൻ അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഒന്നാമത് പുറം ലോകവും വിവിധ മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരമാണത്. രണ്ടാമത് അവരുടെ അഭിരുചികളും താല്പര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നേരിട്ടറിയാനുള്ള ഒരു മാർഗവും. അക്കാലത്ത് അബുദാബിയിൽ എണ്ണ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന അനേകം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. നഗരത്തിന് പുറത്തുള്ള എണ്ണ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന വിദേശികളിൽ പലരും ആഴ്ചയിൽ ഒരിക്കൽ നഗരത്തിലേക്ക് വന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി മടങ്ങുകയാണ് പതിവ്. യൂസഫ് അലി തന്റെ പിക്കപ്പ് വാനിൽ സാധനങ്ങളുമായി ഈ മരുഭൂമികളിലേക്ക് യാത്ര ചെയ്ത് പോകാൻ തുടങ്ങി. പതിയെ പതിയെ അദ്ദേഹത്തിന്റെ ഈ പുതിയ സംരംഭത്തിന് ആവശ്യക്കാർ ഏറി വന്നു. സ്വന്തം കടയ്ക്ക് പുറമെ അടുത്ത കടകളിൽ നിന്നുകൂടി സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ടായി പിന്നീടുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ. അന്നത്തെ യാത്രകളിൽ മിക്കതും യൂസഫ് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഡോഗ്സ്, ഡിസൺ, ആങ്കർ തുടങ്ങിയ ലോകോത്തര വിദേശ കമ്പനികളുടെ ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ള ചിക്കൻ, പാൽ മുതലായവയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ അന്ന് ഉണ്ടായിരുന്നത്. കടയിലേക്കും വണ്ടിയിലേക്കും ഒക്കെ സാധനങ്ങൾ സ്വയം ചുമന്ന് കയറ്റുന്നത് മുതൽക്ക് എല്ലാ ജോലികളും സ്വന്തമായി തന്നെ അന്ന് അദ്ദേഹം ചെയ്യുമായിരുന്നു. ഈ പരിപാടി പ്രതിദിനം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു തുടങ്ങിയപ്പോൾ സാധ്യതകളെക്കുറിച്ച് യൂസഫ് അലി വീണ്ടും ചിന്തിച്ചു തുടങ്ങി. അന്നത്തെ ഗ്രോസറി സാധനങ്ങളുടെ വില നിർണ്ണയിച്ചിരുന്ന ഒരു പ്രധാന ഘടകം ഇതിൽ ഓരോ സാധനവും അതിന്റെ സോഴ്സ് ലൊക്കേഷനിൽ നിന്ന് സ്റ്റോർ വരെ എത്തിച്ചിരുന്ന ഇടനിലക്കാരുടെ കമ്മീഷനായിരുന്നു. തങ്ങളുടെ കടയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് തങ്ങൾക്ക് തന്നെ നേരിട്ട് ഇറക്കുമതി ചെയ്ത് വിറ്റഴിച്ചുകൂടാ എന്ന ചിന്ത അധികം വൈകാതെ ആ യുവാവിന്റെ മനസ്സിലെത്തി. അങ്ങനെ അവർ ഭക്ഷ്യവസ്തുക്കൾ നേരിട്ട് തന്നെ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചു. തൊഴിൽ തേടി ഗൾഫിലെത്തുന്ന സാധാരണക്കാർക്ക് അവശ്യവസ്തുക്കൾ വളരെ ചെറിയ കമ്മീഷനിൽ എത്തിച്ചു കൊടുക്കുവാൻ അവർക്ക് സാധിച്ചു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ അന്ന് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ അതിനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. ഈ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സംഭരിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യമായിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് വേണം. അൽ തായിബ് കോൾഡ് സ്റ്റോർ എന്ന പേരിൽ ഒരു കോൾഡ് സ്റ്റോറേജ് യൂസഫ് അലി സ്വന്തമായി തന്നെ തുടങ്ങി. അബുദാബിയിൽ ഇന്നും നമുക്ക് ഈ സ്റ്റോറേജ് ഷോപ്പ് കാണാം. സ്വന്തമായി കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വന്നതോടെ യൂസഫ് അലിയുടെ കച്ചവടം കുറെ കൂടി വിപുലമായി. സ്വന്തമായി സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് അദ്ദേഹം അടുത്തുള്ള ചെറുകിട കടകൾക്കും മറ്റും വിതരണം ചെയ്യാനും തുടങ്ങി. ഇറക്കുമതിയും വിതരണവും വർദ്ധിച്ചതോടെ ക്രമേണ ഈ സംരംഭം വലിയ ലാഭം ഉണ്ടാക്കി തുടങ്ങി. അതുവരെ ഗൾഫ് നാടുകളിൽ പരിചയമില്ലാത്ത നൂതന രീതികൾ പലതും പിന്നീട് അങ്ങോട്ട് തന്റെ സ്ഥാപനത്തിൽ ആ യുവാവ് പ്രാവർത്തികമാക്കി കാണിച്ചു. വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ കച്ചവട രീതികൾ പഠിക്കുകയും ചെയ്യുക എന്നൊരു തീരുമാനമാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം കൈക്കൊള്ളുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം നടത്തിയ യാത്രകൾ അദ്ദേഹത്തിന്റെ ലോകവീക്ഷണവും കാഴ്ചപ്പാടുകളും ഒക്കെ മാറ്റിമറിച്ചു.
ലോകമറിയുന്നൊരു കച്ചവടക്കാരനാവുക എന്ന സ്വപ്നം യൂസഫ് അലിയെ ആവേശിച്ചു തുടങ്ങിയത് ഈ യാത്രകൾക്കിടയിലായിരുന്നു. അക്കാലത്താണ് ഒരുപാട് സാധ്യതകൾ നിറഞ്ഞ മറ്റൊരാശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. സൂപ്പർ മാർക്കറ്റ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആയിടെ മാത്രം ആരംഭിച്ചിരുന്ന സൂപ്പർ മാർക്കറ്റ് എന്ന വ്യാപാര മോഡലിനെ അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറിച്ചു നടുകയായിരുന്നു. ആ ആശയമായിരുന്നു പിന്നീട് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ലുലു ഗ്രൂപ്പ് എന്ന ബ്രാൻഡിന്റെ ആരംഭം. പിൽക്കാലത്ത് അഭിവൃദ്ധിയുടെ പാത പിടിച്ചുവെങ്കിലും ആ പുതിയ ആശയത്തിന്റെ ആരംഭം പ്രതിസന്ധികൾക്ക് നടുവിലായിരുന്നു. 80കളുടെ അവസാനവും 90കളുടെ തുടക്കവും ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു. ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നും നിരവധി ആളുകൾ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാനായി ഉരുവിലും വിമാനങ്ങളിലുമൊക്കെയായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന കാലം. ചങ്കൂറ്റം മാത്രം കൈമുതലാക്കി മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ അന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഗൾഫ് അവർക്ക് പുത്തൻ സ്വപ്നങ്ങൾ നൽകി. ആ ഒരു സാഹചര്യത്തെ സുവർണ അവസരമാക്കി മാറ്റുകയായിരുന്നു യൂസഫ് അലി. വിവിധ രാജ്യങ്ങളിൽ നിന്നും താൻ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അതുവരെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് എത്തുന്നവർ പുറത്തുനിന്ന് വേണ്ട സാധനങ്ങൾ പറയുകയും കടക്കാരൻ അത് എടുത്ത് അവർക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നതായിരുന്നു അവിടുത്തെ രീതി. 1991 അബുദാബിയിൽ ചെറിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചപ്പോൾ അതിന് മാറ്റമുണ്ടായി. കടയുടെ ഉള്ളിലേക്ക് കയറുന്ന ആളുകൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കി തിരഞ്ഞെടുക്കാം. അത്ഭുതത്തോടെയാണ് ആളുകൾ അന്ന് പുതിയ കച്ചവട രീതിയെ നോക്കി കണ്ടത്. ആ കച്ചവട രീതി എന്തായാലും വൻ വിജയമായിട്ട് മാറി. തന്റെ 36-ാം വയസ്സിൽ അന്നുവരെ നേടിയ ലാഭവും സമ്പാദ്യവും എല്ലാം മുതൽ മുടക്കി അബുദാബി എയർപോർട്ട് റോഡിൽ യൂസഫ് അലി സൂപ്പർ മാർക്കറ്റ് പണിതുയർത്തുന്നതിനിടയിലാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. യുദ്ധം എല്ലാം തകിടം മറിച്ചു. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച സമയം ഗൾഫ് മുഴുവൻ ഭീതിയിലായി. കച്ചവടക്കാർ കടപൂട്ടി നാട് വിടുന്നു. വിമാനത്താവളങ്ങളിൽ തിരക്കോട് തിരക്ക്. ഭൂമിക്ക് വില പാടെ ഇടിഞ്ഞു. എല്ലാവരും വന്ന് യൂസഫ് അലിയോട് പറഞ്ഞത് എല്ലാം വിറ്റ് പെട്ടെന്ന് നാട്ടിലേക്ക് പോകൂ, ഇവിടെ നിൽക്കുന്നത് ആപത്താണ് എന്നാണ്. എന്നാൽ യൂസഫ് അലി എന്ന യുവാവ് തന്റെ സ്വപ്നങ്ങൾ അങ്ങനെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങാൻ തയ്യാറായിരുന്നില്ല. യുദ്ധമായാലും സമാധാനമായാലും തന്റെ സ്വപ്നങ്ങൾക്ക് നിലപൊരുക്കിയ രാജ്യത്ത് പഴയ വീരോടെ തുടരുക തന്നെ ചെയ്യും എന്നൊരു ശക്തമായ തീരുമാനം അയാൾ കൈക്കൊണ്ടു. ആ യുദ്ധകാലത്തും പുതിയ സൂപ്പർ മാർക്കറ്റിന്റെ നിർമ്മാണം അദ്ദേഹം മുടക്കമില്ലാതെ തുടർന്നു. അതൊരു ഭ്രാന്തൻ തീരുമാനമാണ് എന്ന് പലരും അന്ന് പരിഹസിച്ചു. യൂസഫ് അലി എന്ന വ്യാപാരി അന്ന് കാണിച്ച ഈ ധൈര്യമാണ് UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് എത്തിച്ചതും ഈ ലക്കത്തിന്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞ ആ കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നതും. ഈ ഒരു കൂടിക്കാഴ്ച അക്ഷരാർത്ഥത്തിൽ യൂസഫ് അലിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. തന്റെ രാഷ്ട്രം അപകടത്തിലൂടെ കടന്നുപോകുന്ന സമയത്തും കൈവെടിയാതെ ഒപ്പം നിൽക്കാൻ ആത്മവിശ്വാസം കാണിച്ച ആ നിക്ഷേപകനെ സാധ്യമായ രീതിയിൽ എല്ലാം കൈയച്ചതിനെ സഹായിക്കാൻ ഷെയ്ഖ് സായിദ് തീരുമാനിക്കുന്നു. യൂസഫ് അലിക്ക് ബിസിനസ് സുഗമമായി നടത്താൻ വേണ്ട എല്ലാ സഹായവും ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം തന്റെ മക്കളോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് ഭൂമിയും ദീർഘകാല വായ്പാ സൗകര്യവും ഒക്കെ തുടർന്ന് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് മറ്റുള്ളവർക്ക് അന്ന് 7 വർഷമായിരുന്നു വായ്പാ കാലാവധിയെങ്കിൽ യൂസഫ് അലിക്ക് 15 വർഷകാലത്തേക്കായിരുന്നു വായ്പകൾ ലഭിച്ചത്. അവിചാരിതമായിട്ട് ലഭിച്ച ഈ ഗവൺമെന്റ് സഹായങ്ങൾ കൂടി അദ്ദേഹം തന്റെ സ്വപ്ന പദ്ധതിയിൽ തന്നെ നിക്ഷേപിക്കുന്നു. അങ്ങനെ ആത്മവിശ്വാസവും അധ്വാനവും കൊണ്ട് പണി കഴിപ്പിച്ച സൂപ്പർ മാർക്കറ്റിന് അന്ന് അദ്ദേഹം ഏറെ ആലോചിച്ചുറപ്പിച്ച് ഒരു പേരിടുന്നു, ലുലു. ലുലു എന്ന വാക്കിന് അറബിയിൽ മുത്ത് എന്നാണ് അർത്ഥം. അറേബ്യൻ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് മുത്ത്. മുത്ത് വ്യാപാരമാണ് ഒരു കാലത്ത് അറേബ്യയെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്തേക്ക് തന്നെ എത്തിച്ചത്. ഇന്നും മുത്തും പവിഴവും അവർക്ക് വളർച്ചയുടെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ അടയാളങ്ങളാണ്. സമുദ്രത്തിനടിയിലെ ചിപ്പിക്കുള്ളിൽ നിന്നെന്ന പോലെ ഏറെ അധ്വാനിച്ച് താൻ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ എന്തുകൊണ്ടും ചേരുന്ന പേര് ലുലു എന്നാകുമെന്ന് യൂസഫ് അലിക്ക് തോന്നി. ആരംഭിച്ച നാടുകളിലാകെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ പോലും ലുലു എന്ന പേരും ബ്രാൻഡും നേടിയ പെരുമയ്ക്കും പ്രശസ്തിക്കും വിശ്വാസ്യതയ്ക്കും പിന്നീട് അങ്ങോട്ടുള്ള കാലം സാക്ഷി. ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് അദ്ദേഹം മറ്റൊരു പ്രതിസന്ധി കൂടി നേരിട്ടു. ആ സമയത്ത് 2 കപ്പൽ നിറച്ച് ശീതീകരിച്ച ഭക്ഷ്യവസ്തുക്കൾ അദ്ദേഹം ജോർദാനിലെ അക്കാബ തുറമുഖത്തേക്ക് പറഞ്ഞയക്കുന്നു. വാടകയ്ക്കെടുത്ത സ്റ്റാർവോ നിക്കോസ്, അറ്റ്ലാന്റിക് റീഫർ എന്നീ കപ്പലുകളിലായിട്ട് ഇറച്ചി ഉൾപ്പെടെയുള്ള ചരക്കുകളാണ് അദ്ദേഹം പറഞ്ഞയച്ചത്. കപ്പലുകൾ അടുക്കുന്ന സമയമായപ്പോഴേക്കും യുദ്ധം കടുക്കുന്നു. തുറമുഖം അടച്ചിടുന്നു. കപ്പലുകളിലെ സാധനം ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ വന്നാൽ വലിയ നഷ്ടം തന്നെ നേരിടേണ്ടി വരും. തിരികെ മടങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. തുടരാൻ അന്ന് ചുമതലയിലുണ്ടായിരുന്ന സലീം എന്ന സഹപ്രവർത്തകന് യൂസഫ് അലി നിർദ്ദേശം കൊടുക്കുന്നു. ഒടുവിൽ 21 ദിവസത്തെ കാത്തിരിപ്പും ശ്രമങ്ങളും വിജയിക്കുന്നു. എല്ലാ ചരക്കുകളും ഇറക്കുമതി ചെയ്യാൻ അന്ന് യൂസഫ് അലിക്ക് സാധിക്കുന്നു. ഒരുപക്ഷെ അന്ന് അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് ഏൽപ്പിക്കുമായിരുന്ന തിരിച്ചടി എത്ര വലുതാകുമായിരുന്നു എന്ന് പ്രവചിക്കുക വയ്യ. എന്തായാലും യുദ്ധത്തിന്റെ കാര്യത്തിൽ യൂസഫ് അലിയുടെ പ്രതീക്ഷകൾ ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. തുടക്കത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച യുദ്ധം പിന്നീട് ലുലു സൂപ്പർ മാർക്കറ്റിന്റെ വലിയ വിജയത്തിന് തന്നെ കാരണമായി മാറുകയായിരുന്നു.
1991 യുദ്ധം അവസാനിച്ച ശേഷം വളരെ വേഗത്തിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധകാലത്ത് മുടങ്ങിപ്പോയ വികസന പരിപാടികൾ പുനരാരംഭിച്ചു. UAE പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. നാട്ടിലേക്ക് പോയ തൊഴിലാളികളൊക്കെയും മടങ്ങിയെത്തി തുടങ്ങി. അതോടെ യൂസുഫ് അലിയുടെ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾക്കും ഡിമാൻഡ് കൂടി. സ്വന്തമായി കോൾഡ് സ്റ്റോറേജ് സൗകര്യം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് യൂസുഫ് അലിയുടെ പക്കൽ മാത്രമേ അന്ന് വർദ്ധിച്ചു വന്നിരുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ പലചരക്ക് കടകളിൽ നിന്നും മാറി ഷോപ്പിംഗ് എന്നത് ഒരു അനുഭവമാക്കി മാറ്റിയത് ലുലു ആണ്. മലയാളിക്ക് മട്ട അരിയും വെളിച്ചെണ്ണയും മുതൽ അറബികൾക്ക് ഈന്തപ്പഴവും സായിപ്പിന് ചീസും ഒരേ കുടക്കീഴിൽ അദ്ദേഹം എത്തിക്കുകയുണ്ടായി. യുദ്ധകാലത്ത് ഗവൺമെന്റിന്റെ സഹായത്തോടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കെട്ടിപ്പടുത്ത ലുലു പിന്നീട് ഗൾഫിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായിട്ട് മാറി. അന്ന് ഈ യുദ്ധകാലത്ത് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ കാണിച്ച ധൈര്യമായിരുന്നു യൂസുഫ് അലിയുടെ വിജയം. 90-ലെ ഗൾഫ് യുദ്ധത്തിൽ തകർന്നടിഞ്ഞ അറബ് മേഖലയുടെ സാമ്പത്തിക രംഗം ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ നേരിട്ടു. മേഖലയിലെ ഓരോ രാജ്യവും ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കരകയറിയത്. എന്നാൽ UAEക്ക് ഈ തിരിച്ചുവരവ് താരതമ്യേന വേഗത്തിൽ അന്ന് സാധിച്ചു. യുദ്ധത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ മേഖലയിലെ റീറ്റെയിൽ സാധ്യതകൾ തിരിച്ചറിയുന്ന പല ഇന്റർനാഷണൽ കമ്പനികളും UAE വഴി മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അബുദാബിയിൽ 1995 തന്നെ ലുലു ഗ്രൂപ്പിന്റെ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് തുറക്കുന്നു. ആ വർഷം തങ്ങളുടെ രണ്ടാമത്തെ സൂപ്പർ മാർക്കറ്റും ഗ്രൂപ്പ് ദുബായിൽ ആരംഭിക്കുന്നു. കരാമയിൽ സ്ഥാപിച്ച ആ സൂപ്പർ മാർക്കറ്റ് ലുലു കരാമ എന്ന നിലയിൽ അവിടുത്തെ ഒരു സ്ഥലനാമം തന്നെയായി പിന്നീട് മാറുന്നു. 2000-ൽ ദുബായ് ഷാർജ അതിർത്തിയിലുള്ള കിസൈസ് എന്ന മരുഭൂ പ്രദേശത്ത് മറ്റൊരു ഹൈപ്പർ മാർക്കറ്റ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. ആ സ്ഥലത്ത് കച്ചവടം ലാഭം ഉണ്ടാക്കില്ല എന്ന് പലർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹൈപ്പർ മാർക്കറ്റിന്റെ ചുറ്റുവട്ടത്ത് ക്രമേണ ഒരു നഗരം തന്നെ വികസിച്ചു വരികയും വരും വർഷങ്ങളിൽ കിസൈസ് ഒരു തിരക്കേറിയ പ്രദേശമായിട്ട് പരിണമിക്കുകയും ചെയ്തു. തുടങ്ങിയ എല്ലായിടത്തും ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു ശീലമായി വളർന്നു. 3 കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുകയായിരുന്നു ലുലുവിന്റെ ലക്ഷ്യം. 1, ഉപഭോക്താക്കൾക്ക് അവരുടെ ബഡ്ജറ്റിനുള്ളിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അഫോർഡബിൾ പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ നൽകുക. 2, ഗ്ലോബൽ സോഴ്സിങ്ങിലൂടെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. 3, ഉപഭോക്താക്കൾക്ക് വേറിട്ടൊരു ഷോപ്പിംഗ് അനുഭവം തന്നെ സമ്മാനിക്കുക. അതുപോലെ ലുലുവിന്റെ മാളുകൾക്കും ഹൈപ്പർ മാർക്കറ്റുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും യൂസുഫ് അലി തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷനും പരമപ്രധാനമാണ്. എല്ലാവർക്കും അവിടേക്ക് എത്തിച്ചേരാനുള്ള റോഡ് സൗകര്യവും പാർക്കിംഗ് സൗകര്യവും ഒക്കെ ആദ്യമേ തന്നെ ഉറപ്പുവരുത്തും. 60% കച്ചവടവും ഉൽപ്പന്നങ്ങളുടെ മികവുമാണ് ശ്രദ്ധിക്കേണ്ടത് എങ്കിൽ ബാക്കി 40% ഉപഭോക്താവിന്റെ സൗകര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് യൂസുഫ് അലിയുടെ പോളിസി. ഒന്ന് എൻജോയ് ചെയ്യാൻ കൂടി തന്റെ മോളുകൾ ആളുകൾ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ലൈറ്റിംഗ് മുതൽ സാധനങ്ങളുടെ വിന്യാസത്തിൽ വരെ പുലർത്തുന്ന കണിച്ചത മറ്റൊന്നാണ്. ഷോപ്പിങ്ങിനൊപ്പം എല്ലാ മേഖലയിലുള്ളവർക്കും ഹാങ് ഔട്ട് വിനോദങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഇടമായി മോളുകൾ വിഭാവനം ചെയ്തു എന്നതാണ് ലുലുവിന്റെ ഒരു വിജയ രഹസ്യം. 2000-കളിൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് യൂസുഫ് അലി പ്രാധാന്യം നൽകി. ഈ കാലഘട്ടത്തിൽ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു മാർക്കറ്റ് എക്സ്പാൻഷൻ സ്ട്രാറ്റജിക്കും കമ്പനി തുടക്കമിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 2000-കളിൽ ലുലു ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റുകൾ UAE, ഖത്തർ, കുവൈത്ത്, സൗദി, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ വളരെ വേഗത്തിൽ ചൂടുറപ്പിക്കുന്നു. വൻ നഗരങ്ങൾക്ക് പുറമെ പുറത്തേക്കും അദ്ദേഹം കച്ചവടം വിപുലമാക്കി. അബുദാബി, ഖലീഫ സിറ്റി, മദിനത്ത് സായിദ് തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി സൂപ്പർ മാർക്കറ്റ് വളർന്നു. ജനങ്ങളുടെ അരികിലേക്ക് സ്ഥാപനങ്ങളും സേവനങ്ങളും ചെല്ലണമെന്ന അദ്ദേഹത്തിന്റെ പ്രമാണമായിരുന്നു ഈ തീരുമാനത്തിനു പിന്നിൽ. ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയ്ക്ക് ഒരു പൂർവ്വ മാതൃക ഇല്ലായിരുന്നു. യൂസുഫ് അലിയുടെ യൂറോപ്പ് അമേരിക്കൻ യാത്രകളുടെ കാലത്ത് അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ രീതിയിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ ഗ്രൂപ്പിന്റെ വളർച്ചയുടെ അടിത്തറ. സ്വയം നവീകരിക്കാനും പുത്തൻ സാധ്യതകൾ വേഗത്തിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് കമ്പനിക്ക് ഗുണം ചെയ്തു. രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ബ്രാൻഡായി ലുലുവിനെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള യൂസുഫ് അലിയുടെ പ്രവർത്തനങ്ങൾ. പുതിയ രാജ്യങ്ങളിലേക്കും പിന്നീട് ഭൂഖണ്ഡങ്ങളിലേക്കുമുള്ള ലുലുവിന്റെ വളർച്ച ക്രമേണയായിരുന്നു, ഒപ്പം വേഗത്തിലും. വളർച്ചയ്ക്ക് പിന്നിൽ ചൂണ്ടിക്കാണിക്കാവുന്ന കാരണങ്ങൾ പലതുണ്ട്. അവയിൽ ഒന്ന് യൂസുഫ് അലിയുടെ ദീർഘവീക്ഷണം തന്നെയാണ് എന്ന് രാജു മാത്യു അഭിപ്രായപ്പെടുന്നു. തന്റെ സ്ഥാപനങ്ങളിൽ അങ്ങ് താഴെത്തട്ടിൽ വരെ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും നേരിട്ടാണ് യൂസുഫ് അലി നിയമിക്കുന്നത്. തനിക്കൊപ്പം വർഷങ്ങളായി കൂടെയുള്ള വിശ്വസ്തരെ ഓരോ രാജ്യത്തെയും റീജിയണൽ ഡയറക്ടർമാരാക്കി നിയമിക്കാൻ കാണിച്ച ധൈര്യം ശ്രദ്ധേയമാണ്. കൂടെ വർഷങ്ങളായി ഉള്ളവർക്ക് തന്നെയാണ് എന്നും യൂസുഫ് അലിയുടെ പ്രഥമ പരിഗണന. അവരെ നേതൃസ്ഥാനത്ത് നിയമിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് പൂർണ്ണമായിട്ടുള്ള പ്രവർത്തന അധികാരവും അദ്ദേഹം നൽകാറുണ്ട്. സാമ്പത്തിക തീരുമാനങ്ങളിലെ അവസാനത്തെ വാക്ക് യൂസുഫ് അലിയിൽ തന്നെ കേന്ദ്രീകൃതമായിരിക്കുമെങ്കിലും പ്രദേശത്തെ വളർച്ചയെ സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ റീജിയണൽ ഡയറക്ടർമാർക്ക് കൈക്കൊള്ളാം എന്നതാണ് ലുലുവിന്റെ പ്രഖ്യാപിത നയം. ഇങ്ങനെ ഓരോ സ്ഥാപനത്തിലും ഓരോ മേഖലയിലും മാനേജർമാരുണ്ട്. ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും. കൃത്യമായി ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ യൂസുഫ് അലി നേരിട്ട് തന്നെ വിലയിരുത്തുകയും ചെയ്യും. ഈ രീതി വളരെ വിജയകരമായി നടപ്പിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. കരിയറിന്റെ തുടക്കത്തിൽ ലുലുവിന്റെ താഴെത്തട്ടിൽ കയറിയ പലരും ആത്മാർത്ഥമായി ജോലി ചെയ്ത് റീജിയണൽ ഹെഡ്, ഡയറക്ടർ തലങ്ങളിലേക്ക് വളർന്ന ചരിത്രവുമുണ്ട്.
2002, 2003 കാലഘട്ടത്തിൽ ചൈന, ബാങ്കോക്ക്, ഇന്ത്യ, ഇന്തോനേഷ്യ, ആഫ്രിക്ക, ഇറ്റലി, സ്പെയിൻ, UK, US എന്നീ രാജ്യങ്ങളിലേക്കും ലുലു ഓഫീസുകൾ തുടങ്ങി. ചൈനയിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ഇന്ത്യയിലും തുർക്കിയിലും തുണിത്തരങ്ങളുടെ നിർമ്മാണവും ആരംഭിച്ചു. കേരളം, ഡൽഹി, മുംബൈ, ലക്നൗ എന്നിവിടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനവും ലുലു ആരംഭിച്ചു. പലയിടങ്ങളിലായി അസംസ്കൃത ഉൽപ്പന്നങ്ങൾ വാങ്ങി തരംതിരിച്ച് പാക്ക് ചെയ്ത് അയക്കാൻ തക്കവണ്ണമുള്ള സ്റ്റോറേജുകൾ സജ്ജമായതോടെ ലുലുവിലേക്ക് ലോകമെമ്പാടുമുള്ള ഉൽപ്പന്നങ്ങളുടെ ഒഴുക്ക് തുടങ്ങി. റീറ്റെയിൽ വ്യാപാര രംഗത്തെ സകല മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞതോടെ മറ്റൊരു പുതിയ മേഖലയിലേക്ക് കൂടി ലുലു തിരിഞ്ഞു. വിവിധ ലോകോത്തര ബ്രാൻഡുകൾ ഒരുമിച്ച് ചേർത്ത് ഷോപ്പിംഗ് ആനന്ദകരവും അനന്തവുമായിട്ടുള്ള അനുഭവമാക്കി മാറ്റുന്ന വമ്പൻ ഷോപ്പിംഗ് മോളായിരുന്നു അത്. 2009 അബുദാബിയിലെ ഖലീദിയ മാളിലായിരുന്നു തുടക്കം. 10 ലക്ഷത്തോളം ചതുരശ്ര അടിയിലുള്ള ഷോപ്പിംഗ് മോൾ അനുഭവം ജനങ്ങൾ ആവേശത്തോടു കൂടിയാണ് അന്ന് വരവേൽക്കുന്നത്. 2006 യൂസുഫ് അലി തന്റെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിക്കുന്നു. ജന്മനാടായ തൃശ്ശൂർ തന്നെയാണ് അദ്ദേഹം അതിനായി ആദ്യമായി തിരഞ്ഞെടുക്കുന്നത്. തൃശ്ശൂർ പുഴയ്ക്കലിൽ 18 ഏക്കർ വരുന്ന സ്ഥലത്ത് വിശാലമായൊരു ലുലു കൺവെൻഷൻ സെന്റർ ആയിരുന്നു ആദ്യത്തെ ചുവട്. 1,60,000 ചതുരശ്ര അടി വലുപ്പത്തിലായിരുന്നു ഇവിടെ ഇൻഡോർ ഹാളും ഓപ്പൺ എയർ ഓഡിറ്റോറിയവും അദ്ദേഹം ഒരുക്കിയത്. 450 മുതൽ 2200 ആളുകൾക്ക് വരെ പങ്കെടുക്കാവുന്ന 5 സമ്മേളന ഹാളുകളും അവിടെ ഉണ്ടായിരുന്നു. വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് വന്ന് പങ്കെടുക്കാനും താമസിക്കാനും ഹെലിപാഡ് സൗകര്യമുള്ള 5 നക്ഷത്ര ഹോട്ടലും അവിടെയുണ്ട്. കേരളത്തിന്റെ ടൂറിസം വികസനവും കൂടി ആയിരുന്നു യൂസുഫ് അലിയുടെ ലക്ഷ്യം. ലോകമെമ്പാടും നിന്ന് കേരളത്തിലേക്ക് ബിസിനസ് കോൺഫറൻസ് മീറ്റിങ്ങുകൾക്ക് വേണ്ടി വരുന്നവർ പിന്നീടും ഇവിടെ സന്ദർശിക്കണം എന്നതായിരുന്നു ഈ കൺവെൻഷൻ സെന്റർ മുന്നോട്ട് വെച്ച ഒരു സാധ്യത. പിന്നീട് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിലും സർക്കാരിനും ദുബായ് ഭരണകൂടത്തിനും ഇടയിൽ ഒരു നയതന്ത്ര പ്രതിനിധിയായി യൂസുഫ് അലി മാറി. തൃശ്ശൂരിൽ സ്ഥാപിച്ച കൺവെൻഷൻ സെന്ററിന് ശേഷം ലുലു ഗ്രൂപ്പ് കേരളത്തിൽ നടപ്പിലാക്കിയ അടുത്ത വലിയ പ്രൊജക്ട് 2013 മാർച്ച് 10 കൊച്ചിയിൽ സ്ഥാപിച്ച ലുലു ഷോപ്പിംഗ് മോളായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മോളുകളിൽ ഒന്നായിട്ട് അത് മാറി. 1600 കോടി മുതൽ മുടക്കിൽ 25 ലക്ഷം ചതുരശ്ര അടിയിൽ ഇടപ്പള്ളിയിലെ ലുലു മോൾ പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചിയിലെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി വളരെ വേഗത്തിൽ തന്നെ കൊച്ചി ലുലു മോൾ മാറി. 2017 കൊച്ചി മെട്രോ വന്നപ്പോൾ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലു മോളിലേക്ക് നേരിട്ടൊരു സ്കൈവാക്ക് ഇടനാഴി പോലും സ്ഥാപിക്കപ്പെട്ടു. ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ നിന്ന് ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് നേരിട്ടൊരു ആകാശ ഇടനാഴി സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. കൊച്ചിയിലെ വിജയകരമായ മോളിന് ശേഷം അതിനേക്കാൾ വലിയൊരു ഷോപ്പിംഗ് മോൾ ആയിരുന്നു ലുലു തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സ്ഥാപിച്ചത്. ഏകദേശം 22 ലക്ഷം ചതുരശ്ര അടി ബിൽട്ടപ്പ് ഏരിയയുള്ള ഈ മോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണ്. 2025 ലുലു ഗ്രൂപ്പ് മറ്റൊരു സ്വപ്ന പദ്ധതി കൂടി കേരളത്തിൽ ആരംഭിച്ചു. ലുലു IT ഇൻഫ്രാ ബിൽഡ് ട്വിൻ ടവർ. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 1ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വാണിജ്യ സമുച്ചയമായിട്ടുള്ള IT ടവറുകൾ ലുലു ഗ്രൂപ്പ് കേരളത്തിൽ സ്ഥാപിച്ചത്. 1500 കോടി മുതൽ മുടക്കിലാണ് ഈ സമുച്ചയങ്ങൾ ഉയരുന്നത്. 2006 തൃശ്ശൂർ കൺവെൻഷൻ സെന്റർ സ്ഥാപനം യൂസുഫ് അലിയുടെ ഒരു ചൂടുമാറ്റത്തിന്റെ കൂടി സൂചനയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന തട്ടകമായ വ്യാപാര മേഖലയിൽ നിന്ന് ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് കൂടി അതോടെ ലുലു ഗ്രൂപ്പ് കടന്നു. ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാര മേഖലയുടെ ഭാവിയിലെ വളർച്ച മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ആ തീരുമാനം. അതിപ്രശസ്തങ്ങളായ പല വൻ ഹോട്ടലുകളും കെട്ടിടങ്ങളും ഏറ്റെടുക്കാനും ഹോട്ടൽ നടത്തിപ്പ് രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ഗ്രൂപ്പുകൾ വഴി അവ പ്രവർത്തിപ്പിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. ഇന്ത്യയിലും വിദേശത്തുമായി ലുലു ഇങ്ങനെ സ്വന്തമാക്കിയ ഹോട്ടലുകൾ പലതും നടത്തുന്നത് ഷെറാട്ടൺ, ഹയാത്ത്, മാരിയറ്റ് ഗ്രൂപ്പുകളാണ്. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് യൂസുഫ് അലി എടുത്ത ഒരുപക്ഷെ ലോകം തന്നെ ശ്രദ്ധിച്ചൊരു തീരുമാനം 1100 കോടിയിലധികം മുതൽ മുടക്കിൽ UK സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് ആസ്ഥാന കെട്ടിടം സ്വന്തമാക്കി അതിനെ ഒരു ഹോട്ടലാക്കി മാറ്റിയതാണ്. UK ലുലു ഗ്രൂപ്പ് വാങ്ങുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി ആയിരുന്നു അത്. 2015 ഇന്ത്യ പോലെ ഒരു വികസ്വര രാജ്യത്തു നിന്ന് വരുന്ന ഒരു മലയാളി ബിസിനസ്സുകാരൻ സ്കോട്ട്ലൻഡ് യാർഡിലെ പോലീസ് ആസ്ഥാന കെട്ടിടം സ്വന്തമാക്കിയ വാർത്ത പല നിലയ്ക്കുള്ള കൗതുകം കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1829 മുതൽ 1890 വരെ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് സ്റ്റേഷനായി പ്രവർത്തിച്ച ഈ കെട്ടിടം 1910 ആർമി റിക്രൂട്ട്മെന്റ് സെന്ററായും റോയൽ മിലിറ്ററിയുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സായും മാറി. അറ്റോൺമെന്റ്, ഹാരി പോട്ടർ ആൻഡ് ഡെത്ലി ഹാലോസ്, ഡോക്ടർ സ്ട്രേഞ്ച് എന്നീ ലോകപ്രസിദ്ധ സിനിമകളുടെ ലൊക്കേഷനായിട്ടുള്ള UK പോപ്പുലർ കൾച്ചറിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രേറ്റ് സ്കോട്ട്ലൻഡ് യാർഡ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടമാണ് യൂസുഫ് അലി സ്വന്തമാക്കിയത്. കെട്ടിടം വാങ്ങിയ ശേഷം 600 കോടി ചെലവിട്ട് 4 വർഷം കൊണ്ട് അദ്ദേഹം അതിനെ മോടി പിടിപ്പിച്ചു. 235 മുറികളുള്ള ഈ ഹോട്ടലിന്റെ നടത്തിപ്പ് ഇപ്പോൾ ഹയാത്ത് ഗ്രൂപ്പിനാണ്. അതുപോലെ എഡിൻബ്രയിലെ 100 വർഷത്തോളം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്കോട്ടിഷ് കാലിഡോണിയൻ അസ്റ്റോറിയ ഹോട്ടലും ഇങ്ങനെ ലുലു ഗ്രൂപ്പ് ഏറ്റെടുത്ത മറ്റൊരു കെട്ടിടമാണ്. പിന്നീട് യൂസുഫ് അലി നടത്തിയ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ മറ്റൊരു നിക്ഷേപം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കി കമ്പനിയുടെ ഉടമസ്ഥയിൽ തന്നെ പങ്കാളിയായതാണ്. ഒരു കാലത്ത് കടൽ കടന്ന് കച്ചവടത്തിനെത്തി പിന്നീട് ഇന്ത്യയെ തന്നെ അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ പിൽക്കാലത്തെ ഓഹരി ഉടമകളിൽ ഒരാളാകാനുള്ള നിയോഗം കൂടി
1973 കടൽ കടന്നുപോയ നാട്യക്കാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ ഉണ്ടായത് ഒരുപക്ഷെ കാലത്തിന്റെ തന്നെ കാവ്യനീതി ആയിരിക്കാം. യൂസുഫ് അലിയുടെ ഉമ്മ സഫിയ ഹജ്ജുമയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി അദ്ദേഹം നാട്ടിലെത്തിയ സമയം യൂസുഫ് അലി തന്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖിതനായിരുന്ന ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു സ്ത്രീ അദ്ദേഹത്തെ കാണാൻ വന്നു. സാധാരണ യൂസുഫ് അലി നാട്ടിലെത്തുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരുപാട് പേർ അദ്ദേഹത്തെ കാണാൻ എത്താറുള്ള പതിവായതുകൊണ്ട് എന്തോ സഹായത്തിനായിരിക്കാം അവർ വന്നത് എന്ന് കരുതി വേണ്ടത് ചെയ്യാൻ അദ്ദേഹം തൻ്റെ ഒപ്പമുള്ള ആളോട് പറയുന്നു. എന്നാൽ ആ സ്ത്രീ യൂസുഫ് അലിയെ തന്നെ നേരിട്ട് കാണണമെന്ന് വാശി പിടിച്ചു. ഒടുവിൽ അവർ യൂസുഫ് അലിയുടെ അരികിലെത്തി. പ്രായമായ അവരുടെ കയ്യിൽ എന്തോ ഒരു കടലാസുണ്ട്. ഏതോ ആഭരണം പണയം വെച്ചതിൻ്റെ ഒരു റെസീറ്റ് ആയിരുന്നു അത്. പണയം തിരിച്ചെടുക്കാൻ വേണ്ട സഹായം ചെയ്യാമെന്ന് യൂസുഫ് അലി അവർക്ക് ഉറപ്പ് നൽകി. അപ്പോൾ അവർ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞത് അത് മോൻ്റെ ഉമ്മയുടെ വളയാണ് എന്നാണ്. ആ പറഞ്ഞത് കേട്ട് യൂസുഫ് അലി അമ്പരന്നു പോയി. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീ തൻ്റെ മകളുടെ വിവാഹത്തിന് സഹായം ചോദിച്ചുകൊണ്ട് യൂസുഫ് അലിയുടെ ഉമ്മ സഫി ഉമ്മയെ കാണാൻ വന്നിരുന്നു. അപ്പോൾ കയ്യിൽ പണമില്ലാതിരുന്ന ആ ഉമ്മ തൻ്റെ സ്വർണ്ണവള അവർക്ക് ഊരി നൽകി. തൽക്കാലം ഇത് പണയം വെച്ചോളൂ, എൻ്റെ മകൻ വരുമ്പോൾ ഈ വള അവൻ പണമടച്ച് തിരികെ എടുത്തുകൊള്ളുമെന്ന് ആ ഉമ്മ അവരോട് പറഞ്ഞു. അങ്ങനെ ഒരു ഉമ്മയുടെ മകനായി പിറന്നതിൽ തനിക്ക് അഭിമാനവും സന്തോഷവും തോന്നിച്ച നിമിഷമായിട്ടാണ് ഈ വികാരാധീനമായ അനുഭവത്തെ യൂസുഫ് അലി പിന്നീട് ഓർത്തെടുത്തിട്ടുള്ളത്. കണക്കിലെ കൃത്യതയുടെയും കണിശതയുടെയും കാര്യത്തിൽ യൂസുഫ് അലിയെ സ്വാധീനിച്ചിട്ടുള്ളത് വാപ്പ അബ്ദുൽ ഖാദർ ആണെങ്കിൽ, കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കാനും അവരെ അനുതാപപൂർണ്ണം ചേർത്തു പിടിക്കാനും യൂസുഫ് അലിയെ സ്വാധീനിച്ചത് ഉമ്മ സഫിയ ഹജ്ജുമയായിരുന്നു. കോവിഡ് മഹാമാരിക്കാലത്ത് അദ്ദേഹം കേരളത്തിലെയും UAE-യിലെയും മനുഷ്യർക്ക് വലിയൊരു കൈത്താങ്ങായി മാറിയിരുന്നു. ഇന്ത്യൻ കോവിഡ് രക്ഷാദൗത്യത്തിനായിട്ടുള്ള PM കെയർ ഫണ്ടിൽ 25 കോടി രൂപയാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. കോവിഡ് കാലത്ത് UAE-യിലെ 1,25,000 പേർക്കുള്ള മീൽസ് ടു കമ്മ്യൂണിറ്റി പദ്ധതിക്ക് വേണ്ടിയും അദ്ദേഹം 1 ബില്യൺ ദിറം നൽകി. ഒപ്പം കേരളത്തിൽ 1400 ബെഡ് ഉൾക്കൊള്ളുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനും യൂസുഫ് അലി തന്റെ പങ്കാളിത്തവും സഹായവും ഉറപ്പുവരുത്തിയിരുന്നു. അതുപോലെ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇന്ത്യക്കാരെ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ തീർത്തു കൊടുത്തോ പുറത്തിറക്കുക, സ്വന്തമായി നിയമ നടപടികളുടെ ചെലവ് വഹിക്കാൻ ശേഷിയില്ലാത്തവർക്ക് നിയമസഹായം നൽകുക എന്നിവയൊക്കെയും യൂസുഫ് അലി ചെയ്തു പോരുന്നുണ്ട്. ഉദാഹരണത്തിന് 2019 പാലക്കാട് പട്ടാമ്പി പുഴക്കര സ്വദേശിയായ മൂസക്കുട്ടി, UAE-യിൽ ഇദ്ദേഹത്തിനെതിരെ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട 28ഓളം കേസുകളുണ്ടായിരുന്നു. ശരീരം തളർന്നുപോയിരുന്ന ഇദ്ദേഹത്തെ യൂസുഫ് അലി 4 ലക്ഷം ദിറം അടച്ച് പുറത്തിറക്കുകയായിരുന്നു. അതുപോലെ 2012 തൃശൂർ സ്വദേശിയായ ബെക്സ് കൃഷ്ണൻ ഓടിച്ച കാറിടിച്ച് ഒരു സുഡാനി ബാലൻ മരിച്ചു പോകുന്നു. ആദ്യം കോടതി ഇയാൾക്ക് 15 വർഷം തടവ് ശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീട് ഇയാൾ മനഃപൂർവ്വം കുട്ടിയെ കൊലപ്പെടുത്തിയതാണ് എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് ശിക്ഷ വധശിക്ഷയാകുന്നു. യൂസുഫ് അലിയുടെ ഇടപെടൽ മൂലം കുട്ടിയുടെ കുടുംബം പണം സ്വീകരിച്ച് മാപ്പ് നൽകാൻ ഒരുങ്ങി. 1 കോടി രൂപയുടെ ബ്ലഡ് മണി യൂസുഫ് അലി അടച്ച് ബെക്സ് കൃഷ്ണനെ 2021 ജൂണിൽ മോചിപ്പിക്കുകയായിരുന്നു. 2024-25 ഫോർബ്സ് മാസികയുടെ കണക്ക് പ്രകാരം യൂസുഫ് അലി ഏറ്റവും സമ്പന്നനായ മലയാളിയാണ്. ഏകദേശം $8 ബില്യൺ അദ്ദേഹത്തിന്റെ ആസ്തി. ആഗോളതലത്തിൽ 639 സ്ഥാനവും ഇന്ത്യൻ സമ്പന്നരിൽ 49 സ്ഥാനവുമാണ് അദ്ദേഹത്തിന്. 2005 അബ്ദുൽ കലാമിൽ നിന്ന് പ്രവാസി സമ്മാൻ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന് വ്യവസായ വ്യാപാര രംഗത്തെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് 2008 രാഷ്ട്രം പത്മശ്രീയും നൽകുകയുണ്ടായി. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആദ്യത്തെ തദ്ദേശീയനല്ലാത്ത പ്രസിഡന്റും യൂസുഫ് അലി തന്നെ. 2008 മുതൽ 2014 വരെ ഇന്ത്യയുടെ PM ഗ്ലോബൽ അഡ്വൈസറി കൗൺസിൽ അംഗവുമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സെപ്റ്റംബറിൽ മീഡിയത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ എഹ്സാൻ ഖാൻ ലുലു ഗ്രൂപ്പിന്റെ വളർച്ചയെ വിശദമായി വിലയിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 2024 ഏകദേശ കണക്കുകൾ പരിശോധിക്കുമ്പോൾ MA യൂസുഫ് അലി 1973 തുടക്കമിട്ട പ്രസ്ഥാനം ഇന്ന് ഒരു റീറ്റെയിൽ ശൃംഖല എന്നതിലുപരി ഏതാണ്ട് 63,000 കോടിയോളം ആസ്തിയുള്ള ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നാണ്. ലുലു ഗ്രൂപ്പിന്റെ കീഴിൽ ഇന്ന് ലോകമെമ്പാടുമായി ഏകദേശം 300ഓളം സ്റ്റോറുകളുണ്ട്. GCCയിൽ മാത്രമുള്ളത് 265-ലേറെ സ്റ്റോറുകളാണ്. കേവലം ഹൈപ്പർ മാർക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കാലത്തിനനുസരിച്ചുള്ള പല മാറ്റങ്ങളും ലുലു നടപ്പിലാക്കിയിട്ടുണ്ട്. വരുമാനത്തിന്റെ 47% 117 ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നാണ് എങ്കിൽ ബാക്കി 44% വരുമാനവും ലഭിക്കുന്നത് 109 എക്സ്പ്രസ് സ്റ്റോറുകളിൽ നിന്നാണ്. കൂടാതെ 24 മിനി മാർക്കറ്റുകളും ഓൺലൈൻ ചാനലുകളും വഴി എല്ലാത്തരം ഉപഭോക്താക്കളിലേക്കും ലുലു ഇറങ്ങിച്ചെന്നിരിക്കുന്നു. അതുപോലെ സാമ്പത്തിക ലോകത്തെ അമ്പരപ്പിച്ച ലുലുവിന്റെ IPO വിജയവും എഹ്സാൻ ഖാൻ എടുത്തു പറയുന്നുണ്ട്. 2024 നവംബർ 14 ലുലുവിന്റെ ഓഹരികൾ അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. 25% ഓഹരികൾ വിൽപ്പനയ്ക്ക് വെച്ചത് ഒറ്റ മണിക്കൂറിൽ മുഴുവൻ വിറ്റുപോയി. നിക്ഷേപകരിൽ നിന്നും ഏകദേശം $36 ബില്യൺ ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ ഡിമാൻഡ് നേടിക്കൊണ്ട് 25 ഇരട്ടിയിലധികം ഓവർ സബ്സ്ക്രിപ്ഷനോടുകൂടിയാണ് ലുലു ഓഹരി വിപണിയിൽ ചരിത്രം കുറിച്ചത്. ഗൾഫിൽ റീറ്റെയിൽ ലിസ്റ്റിംഗിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച പ്രതികരണം. ഇത് കമ്പനിയെ $1.72 ബില്യൺ മൂല്യമുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പവർ ഹൗസ് ആക്കി മാറ്റി. ലുലുവിന്റെ ലാഭ കണക്കുകളിലും ഈ കുതിപ്പ് പ്രകടമാണ്.
ലുലു ഗ്രൂപ്പിന്റെ EBITD അഥവാ പ്രവർത്തന ലാഭം, അതായത് ഒരു കമ്പനിയുടെ വരുമാനത്തിൽ നിന്ന് അതിന്റെ ഇൻട്രസ്റ്റ്, ടാക്സുകൾ, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ എന്നിവ കുറയ്ക്കുന്നതിന് മുമ്പുള്ള സംഖ്യ $792 മില്യൺ ആണ്. $216.2 ദശലക്ഷം നെറ്റ് പ്രോഫിറ്റ് അഥവാ അറ്റാദായവും ലുലു ഗ്രൂപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, തങ്ങളുടെ പ്രവർത്തന ലാഭത്തിന്റെ 72% ക്യാഷ് ഫ്ലോ ആക്കി മാറ്റാൻ ലുലുവിന് സാധിക്കുന്നുണ്ട് എന്നതാണ്. ഇത് അവരുടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെയും കാര്യക്ഷമതയുടെയും ഉത്തമ ഉദാഹരണമാണ്. ലുലുവിന്റെ ഈ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ കരുത്ത് അവരുടെ അദൃശ്യമായിട്ടുള്ള എന്നാൽ സുസജ്ജമായിട്ടുള്ള വിതരണ ശൃംഖലയാണ്. ദിവസേന സ്റ്റോറുകളിൽ എത്തുന്ന 6.5 ലക്ഷം ഉപഭോക്താക്കൾക്കും ഓൺലൈൻ വഴി എത്തുന്ന 3 ലക്ഷം സന്ദർശകർക്കും മുടക്കമില്ലാതെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ലുലുവിന് 27 രാജ്യങ്ങളിലായി സോഴ്സിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഓഫീസുകൾ ലോകമെമ്പാടുമുണ്ട്. 85 രാജ്യങ്ങളിൽ നിന്നാണ് ലുലു ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത്. ഇതിൽ 82% GCC രാജ്യങ്ങളിൽ നിന്ന് തന്നെ സംഭരിച്ചുകൊണ്ട് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ അവർ താങ്ങി നിർത്തുമ്പോൾ ബാക്കി 18% അന്താരാഷ്ട്ര വിപണികളിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നു. ഈ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യാൻ 4.3 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 21 വിതരണ കേന്ദ്രങ്ങളും ചരക്കു നീക്കത്തിനു വേണ്ടി 1400 വാഹനങ്ങളും ലുലുവിനുണ്ട്. അത്യാധുനിക IT സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ഓർഡർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് സ്റ്റോറുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ലുലുവിന് സാധിക്കുന്നു. സ്പെയിനിലെ ഒരു കൃഷിയിടത്തിൽ നിന്നോ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ നിന്നോ ഉള്ള ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗൾഫിലെ ഒരു സാധാരണക്കാരന്റെ കൈകളിൽ എത്തിക്കാൻ കഴിയുന്ന അത്രയും വിപുലമായിട്ടുള്ളൊരു ആഗോള ശൃംഖലയായി ലുലു ഗ്രൂപ്പിന്റെ സപ്ലൈ ചെയിൻ ഇന്ന് വളർന്നു കഴിഞ്ഞു. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിന്ന് വ്യത്യസ്തമായി താൻ നിക്ഷേപകനാകുന്ന നാട്ടിലെ ഭരണാധികാരികളുമായിട്ട് യൂസുഫ് അലി പുലർത്തുന്ന വ്യക്തിബന്ധങ്ങളാണ് പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് തുണയായിട്ട് മാറുക. നിക്ഷേപം നടത്തുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അതാത് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ അദ്ദേഹം നേടുക. 2 സംഭവങ്ങൾ അതിന് ഉദാഹരണമായിട്ട് പറയാം. 2000 ഖത്തറിൽ അവിടുത്തെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിക്കുന്നു. അക്കാലത്ത് രാജ്യത്ത് ഹൈപ്പർ മാർക്കറ്റ് എന്ന സങ്കല്പം തന്നെ ഉണ്ടായിരുന്നില്ല. താരതമ്യേന ചെറിയൊരു രാജ്യത്ത് ഇത്രയും വലിയ മുതൽ മുടക്ക് നഷ്ടം സൃഷ്ടിക്കുമെന്ന് പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു. എവിടെ നിന്നാണ് ഈ കോൺഫിഡൻസ് ഉണ്ടായത് എന്ന് അന്ന് ചോദിച്ചവരുടെ കൂട്ടത്തിൽ ഖത്തറിലെ അമീർ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് യൂസുഫ് അലി കൊടുത്ത മറുപടി, അങ്ങ് ദീർഘദൃഷ്ടിയുള്ള ഒരു ഭരണാധികാരിയാണ്, ഖത്തർ അങ്ങയുടെ കീഴിൽ വികസിക്കും എന്നായിരുന്നു. ഖത്തർ പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് വളർന്നത് ചരിത്രം. അതുപോലെ 2015 ബഹ്റൈനിലെ കിരീടാവകാശിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടന്നപ്പോൾ അദ്ദേഹത്തിന് യൂസുഫ് അലി കൊടുത്ത വാക്ക് അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ 10 ഹൈപ്പർ മാർക്കറ്റുകൾ ബഹ്റൈനിൽ തുടങ്ങുമെന്നും 3000 ബഹ്റൈനി സ്വദേശികൾക്ക് ജോലി നൽകും എന്നുമായിരുന്നു. പിന്നീട് 2018 ഒരു സുഹൃത്ത് സന്ദർശനത്തിനിടയ്ക്ക് ബഹ്റൈൻ അമീറിനെ വീണ്ടും കണ്ടപ്പോൾ അങ്ങേക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാനായി പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഈ രാജ്യത്ത് 1250 കോടി രൂപ മുതൽ മുടക്ക് നടത്താനും എനിക്ക് സാധിച്ചു, അതുവഴി 3020 ബഹ്റൈൻ സ്വദേശികൾക്ക് ജോലി നൽകാനും കഴിഞ്ഞു എന്ന് യൂസുഫ് അലി പറഞ്ഞു. ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രകടിപ്പിച്ച സുതാര്യതയും തങ്ങളുടെ നാടിന്റെ കൂടി വളർച്ചയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയുമാണ് അറബ് ഭരണാധികാരികൾക്കിടയിൽ അടുത്ത സൗഹൃദത്തോളം പോകുന്ന ബാന്ധവം വളർത്തിയെടുക്കാൻ യൂസുഫ് അലിയെ സഹായിച്ചത്. ഇന്ത്യയിലും ദേശീയ സംസ്ഥാന തലത്തിലെ പ്രധാന രാഷ്ട്രീയക്കാരുമായും യൂസുഫ് അലി ഇതേ നിലയിലുള്ള വ്യക്തിബന്ധം തന്നെ പുലർത്തുന്നുണ്ട്. ഒരു വ്യവസായിയും വാർഡ് മെമ്പറും ഒരുമിച്ച് നിന്നാൽ വാർഡ് മെമ്പറാണ് വലുത് എന്ന ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. 2019 ഓഗസ്റ്റ് 24 ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ UAE ബഹ്റൈൻ സന്ദർശന വേള. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ അറബ് രാഷ്ട്ര സന്ദർശനമായിരുന്നു അത്. UAEയിലെ പ്രധാന വ്യവസായികളുമായിട്ടുള്ള കൂടിക്കാഴ്ച അബുദാബി എമിറേറ്റ്സ് പാലസിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ആവശ്യപ്പെട്ടത് വ്യവസായികൾ കശ്മീരിൽ നിക്ഷേപം നടത്താൻ സന്നദ്ധരാകണം എന്നാണ്. അദ്ദേഹം വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞ ഉടനെ ആ ചടങ്ങിൽ പ്രത്യേക അതിഥിയായിരുന്ന യൂസുഫ് അലി എഴുന്നേറ്റു നിന്ന് 100 കശ്മീരി യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ താൻ തയ്യാറാണ് എന്നും അവിടെ ചരക്ക് ഗതാഗതത്തിനും ഉൽപ്പന്ന സംഭരണത്തിനുമുള്ള സൗകര്യവും താൻ ഒരുക്കുമെന്നുമുള്ള വാഗ്ദാനം നൽകി. തുടർന്ന് സംസാരിച്ച നരേന്ദ്രമോദി അദ്ദേഹത്തെ യൂസുഫ് ഭായ് എന്ന് പേരെടുത്ത് വിളിച്ചാണ് അന്ന് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യവസായി എന്ന നിലയിൽ MA യൂസുഫ് അലിക്ക് വാഴ്ത്തുപാട്ടുകൾ മാത്രമല്ല കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രശസ്തിയുടെ ഒപ്പം വിമർശനങ്ങളും വിവാദങ്ങളും എല്ലായ്പ്പോഴും അദ്ദേഹത്തെ ചുറ്റുപറ്റി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വിഭാവനം ചെയ്ത പല പദ്ധതികളും വലിയ വാർത്താ സംഭവങ്ങളാവുകയും പലപ്പോഴും കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പോലും അവ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ബോൾഗാട്ടി ഭൂമി ഏറ്റെടുക്കൽ വിവാദം. 2013 ലുലു ഗ്രൂപ്പിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായിട്ടുള്ള ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്റർ നിർമ്മിക്കാനുള്ള പ്രൊജക്ടിന്റെ ഭാഗമായി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നിന്ന് 26 ഏക്കർ ഭൂമി 30 വർഷത്തെ പാട്ടത്തിനെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് അക്കാലത്ത് യൂസുഫ് അലിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഈ പദ്ധതി കൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും അക്കാലത്ത് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു.
ഇങ്ങനൊരു പദ്ധതിക്ക് വേണ്ടി കായൽ നികത്തുന്നതിന് മുമ്പ് അവശ്യം നടത്തിയിരിക്കേണ്ട പരിസ്ഥിതി ആഘാത പഠനമോ പബ്ലിക് ഹിയറിംഗോ ലുലു കൺവെൻഷൻ സെന്റർ പദ്ധതിയുടെ കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കായൽ സംരക്ഷണത്തിനും തീരദേശ സംരക്ഷണത്തിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഉത്തരവുകൾ ബോൾഗാട്ടി ദ്വീപിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവഗണിച്ചതായിട്ടും തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ബോട്ടണി വിഭാഗം അധ്യാപകനായിരുന്ന ഡോക്ടർ CM ജോയ് ഡൂൾ ന്യൂസ് വെബ് പോർട്ടലിൽ എഴുതിയ ലേഖനത്തിൽ ആക്ഷേപിച്ചിരുന്നു. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അനധികൃതമായി മണ്ണിട്ട് നികത്തിയെടുത്ത പ്രദേശത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നും കൊച്ചിയിൽ പ്രാദേശികമായി കണ്ടുവന്നിരുന്ന കണ്ടേലിയ കണ്ടൽ എന്ന അത്യപൂർവമായിട്ടുള്ള ഇനം തദ്ദേശീയ കണ്ടലുകളടക്കം കണ്ടൽ ആവാസ വ്യവസ്ഥയാണ് വെമ്പനാട്ട് കായൽ നികത്തൽ മൂലം പോർട്ട് ട്രസ്റ്റ് നശിപ്പിച്ചില്ലാതാക്കിയത് എന്നും ഈ ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. കൺവെൻഷൻ സെന്ററിന് വേണ്ടി നൽകിയ ഭൂമിയിൽ ലുലു ഗ്രൂപ്പ് സർവീസ് അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം പോലും ഇക്കാലത്ത് ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇങ്ങനൊരു നീക്കം പാട്ടക്കരാറിന്റെ ലംഘനമാണ് എന്നും വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ ഈ ഇടപാടിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ആരോപിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികളൊക്കെയും കേരള ഹൈക്കോടതി ഒടുവിൽ തള്ളുകയായിരുന്നു. പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമിയിൽ നിയമപരമായിട്ടുള്ള അനുമതികളോടുകൂടിയാണ് നിർമ്മാണം നടക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്ന കോടതി പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ലുലു ഗ്രൂപ്പിന് അനുമതി കൊടുക്കുകയായിരുന്നു. വിവാദങ്ങളെ തുടർന്ന് ഒരു വേള ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയെങ്കിലും പിന്നീട് യൂസഫ് അലി ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയും 2018 സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ വെന്യൂസിൽ ഒന്നായി ബോൾഗാട്ടിയിലെ ലുലു കൺവെൻഷൻ സെന്റർ ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിന്റെ കൺവെൻഷൻ ടൂറിസത്തിൽ ഒരു വലിയ കുതിപ്പ് തന്നെയായിരുന്നു ഈ കൺവെൻഷൻ സെന്റർ. ഓരോ രാജ്യത്തും ലുലു ഗ്രൂപ്പ് സ്ഥാപിക്കുന്ന എല്ലാ പദ്ധതികളും സംരംഭങ്ങളും അതാത് രാജ്യത്തിലെ നിയമങ്ങളെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടാണ് എന്ന് ഈ വിഷയത്തിലെ വിവാദങ്ങളെക്കുറിച്ച് ME നികേഷ് കുമാറുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ യൂസഫ് അലിയും പ്രതികരിച്ചിരുന്നു. എന്തായാലും ബോൾഗാട്ടി ഭൂമി വിവാദങ്ങൾക്ക് ശേഷമുള്ള ഉദ്ഘാടന വേളയിൽ സാക്ഷാൽ VS അച്യുതാനന്ദൻ MA യൂസഫ് അലിയെ വിശേഷിപ്പിച്ചത് ചെളിയിൽ നിന്ന് താമര വിരിക്കുന്ന ഒരാൾ എന്നാണ്. അതുപോലെ ലുലു ഗ്രൂപ്പിലെ സ്ഥാപനങ്ങളിലേക്കുള്ള തൊഴിലാളികളുടെ റിക്രൂട്ടിംഗ് ശൈലിയും സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെ വലിയ മൈതാനങ്ങളിൽ ഒരുമിച്ച് വരുത്തിയുള്ള തെരഞ്ഞെടുപ്പ് രീതി അവിടെ എത്തിച്ചേരുന്ന ഉദ്യോഗാർത്ഥികളുടെ ബാഹുല്യം കൊണ്ട് തന്നെ ശ്രദ്ധ നേടാറുണ്ട്. ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയിലെ ഓൺലൈൻ ഇന്റർവ്യൂ അടക്കം അനേകം സാധ്യതകൾ മുന്നിൽ നിൽക്കെ ഈ തെരഞ്ഞെടുപ്പ് രീതി ഏറെ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് രീതിക്ക് എതിരായിട്ടുള്ള വിമർശനത്തോടുള്ള യൂസഫ് അലിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി ഇവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത ശേഷമാണ് ഏതൊരാൾക്കും ലുലുവിൽ ജോലി കൊടുക്കുന്നത്. ആളുകളെ നേരിട്ട് കണ്ട് ഇന്റർവ്യൂ നടത്താതെ അവരെ ഷോപ്പുകളിൽ വെക്കാൻ പറ്റില്ല. ഞങ്ങളുടേതൊരു ഹോസ്പിറ്റാലിറ്റി സർവീസ് ഓറിയന്റഡ് വ്യവസായമാണ്. അപ്പോൾ അതിന് ആളുകളെ നേരിട്ട് കണ്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യണം. ഏറ്റവും ഒടുവിലായി തൃശ്ശൂരിലെ ലുലു മോൾ നിർമ്മാണവും വിവാദങ്ങളിലേക്ക് കടന്നിരുന്നു. പന്നിക്കര കിണി പാടശേഖരത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ലുലു ഗ്രൂപ്പ് ഷോപ്പിംഗ് മാൾ പണിയാൻ വേണ്ടി കണ്ടെത്തിയത്. ജിയോളജിസ്റ്റിന്റെ അനുമതിയോടെ ഉടമകൾ കളിമണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് CPI നേതാവായ മുകുന്ദന്റെ പരാതിയുടെ തുടക്കം. പരാതിയെ തുടർന്ന് ജിയോളജിസ്റ്റിന്റെ പെർമിറ്റ് റദ്ദാക്കപ്പെട്ടു. സ്ഥലമുടമകൾ ഭൂമി പരിവർത്തനം ചെയ്യുന്നതിന് RDOയ്ക്ക് അപേക്ഷ നൽകിയെങ്കിലും അത് നിരസിക്കപ്പെട്ടു. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ പോയെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഭൂമി ലുലു ഏറ്റെടുക്കുന്നത്. മതിൽ കെട്ടുകയും കുളം കുഴിക്കുകയും ഒക്കെ ചെയ്തതോടെ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ എന്നിവർക്ക് മുന്നിൽ മുകുന്ദൻ പരാതിയുമായി എത്തി. പിന്നാലെ സ്റ്റോപ്പ് മെമ്മോയും കിട്ടി. അതിനുശേഷം ലുലുവിന്റെ അപേക്ഷയിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് പിന്നീട് ഭൂമി തരം മാറ്റി നൽകി. തരം മാറ്റുന്നതിന് 8,80,00,000 രൂപ നിയമാനുസൃത ഫീസായി ലുലു സർക്കാരിൽ അടച്ചു. ഈ ഭൂമി തരം മാറ്റുന്നത് സംബന്ധിച്ച ഒരു പരാതി അപ്പോൾ ജില്ലാ കളക്ടറുടെ മുന്നിലുണ്ടായിരുന്നു. കളക്ടർ ഇതിൽ ഹിയറിംഗ് വിളിച്ചതോടെ അതിനെ ലുലു ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നു. ആ കേസിൽ മുകുന്ദനും കക്ഷി ചേരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കളക്ടർ RDOയിൽ നിന്നും കൃഷി ഓഫീസറിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ലുലു മാൾ വരാത്തത് ഒരു പാർട്ടിയുടെ ഇടപെടൽ മൂലമാണ് എന്ന MA യൂസഫ് അലിയുടെ പ്രസ്താവന നേരത്തെ വിവാദമായിരുന്നു. തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടന ചടങ്ങിലാണ് പാർട്ടിയുടെയും പരാതിക്കാരനെയും പേര് പറയാതെ യൂസഫ് അലി ഇങ്ങനെയൊരു വെടി പൊട്ടിച്ചത്. ഇതിനു പിന്നാലെയാണ് വരന്തരപ്പള്ളിയിലെ CPI ലോക്കൽ കമ്മിറ്റി അംഗവും കിസാൻ സഭയുടെ നേതാവുമായിട്ടുള്ള മുകുന്ദൻ താനാണ് ആ പരാതിക്കാരൻ എന്ന് വ്യക്തമാക്കുന്നത്. നെൽവയൽ തരം മാറ്റുന്നതിനെതിരെയാണ് താൻ പരാതിയുമായിട്ട് പോയത് എന്നാണ് മുകുന്ദൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ ലുലു ഗ്രൂപ്പിന് വേണ്ടി KCRC അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുവെന്നും മുകുന്ദൻ ആരോപിച്ചിരുന്നു. വർഷങ്ങളായി ഒരു കർഷകനും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമാണ് മുകുന്ദനെങ്കിലും ലുലുവിനെതിരായിട്ടുള്ള പരാതിയിൽ പാർട്ടിക്ക് പങ്കില്ല, പരാതി വ്യക്തിപരമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതു സംബന്ധിച്ച് കേസ് എന്തായാലും നിലവിൽ കോടതിയുടെ പരിഗണനയിൽ തന്നെ തുടരുകയാണ്. മലയാളിക്ക് യൂസഫ് അലി എന്ന വ്യക്തിയോടുള്ള ആത്മബന്ധം വെളിപ്പെട്ട നിമിഷം കടന്നു വന്നത് ഏറെ അവിചാരിതമായിട്ടുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിന്റെ രൂപത്തിലാണ്. 2021 ഏപ്രിൽ 11 രാവിലെ 8:30 മണി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ AW109 എന്ന തന്റെ ഡബിൾ എഞ്ചിൻ 8 സീറ്റ് ഹെലികോപ്റ്ററിൽ കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഒരു ബന്ധുവിനെ സന്ദർശിക്കാൻ പുറപ്പെട്ടതായിരുന്നു യൂസഫ് അലിയും ഭാര്യ ഷാബിറയും.
അവരുടെ ഒപ്പം യൂസഫ് അലിയുടെ സെക്രട്ടറിയും PA ഉണ്ട്. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അത്. പറന്നു പൊങ്ങി 5 മിനിറ്റിനുള്ളിൽ ആ ഹെലികോപ്റ്റർ നിയന്ത്രണം നഷ്ടമായി താഴേക്ക് പതിച്ചു. പനങ്ങാട്ടുള്ള ഫിഷറീസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി നിയന്ത്രണം വിട്ട ആ കോപ്റ്റർ കുമ്പളത്തെ ഒരു ചതുപ്പിലേക്ക് ഇടിച്ചിറങ്ങുന്നു. കാതടപ്പിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന സമീപവാസികളായിട്ടുള്ള രാജേഷും ബിജിയുമാണ് അപകടം നടന്ന വിവരം ലോകത്തെ അറിയിക്കുന്നത്. സാരമായ പരിക്കുകളോടെ അന്ന് MA യൂസഫ് അലിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഈ വാർത്ത പക്ഷേ യൂസഫ് അലി എന്ന മനുഷ്യൻ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അടയാളപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. ലോക നേതാക്കൾ മുതൽ സാധാരണക്കാർ വരെ അന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വേവലാതിപ്പെട്ടു, പ്രാർത്ഥനകളോടെ കാത്തിരുന്നു. ഒടുവിൽ ആ ഹെലികോപ്റ്റർ അപകടത്തെ അദ്ദേഹം അതിജീവിക്കുക തന്നെ ചെയ്തു. അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ മനോധൈര്യം കൈവിടാതെ പ്രവർത്തിച്ച പൈലറ്റുമാരാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. എയർഫോഴ്സ് വിംഗ് കമാൻഡറായിട്ട് വിരമിച്ച ശിവകുമാർ, കുമരകം സ്വദേശി അശോക് കുമാർ എന്നിവരായിരുന്നു അന്നേ ദിവസം ആ ഹെലികോപ്റ്ററിലെ പൈലറ്റുമാർ. റണ്ണിംഗ് എഞ്ചിൻ നിലച്ചപ്പോൾ അഡീഷണൽ എഞ്ചിൻ അവർ പ്രവർത്തിപ്പിക്കാൻ നോക്കി. അതും വിജയിക്കാതെ വന്നതോടെ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യുകയായിരുന്നു. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ അബുദാബിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യപ്പെട്ട യൂസഫ് അലിയെ അവിടെ ബുൽബുർജിൽ ആശുപത്രിയിൽ വെച്ച് ജർമ്മനിയിൽ നിന്നുള്ള പ്രസിദ്ധ ന്യൂറോ സർജനായ ഡോക്ടർ ജോഷോ വാർബിയുടെ നേതൃത്വത്തിലുള്ള 25 അംഗ വിദഗ്ധ സംഘം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അപകടത്തിൽ അദ്ദേഹത്തിന് നടുവിനായിരുന്നു പരിക്ക്. ശസ്ത്രക്രിയയ്ക്കും 4 മാസത്തെ വിശ്രമത്തിനും ശേഷം അന്ന് തന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തിയ ബിജിയെയും കുടുംബത്തെയും വീട്ടിലെത്തി കണ്ട് യൂസഫ് അലി നേരിട്ട് തന്നെ അവരോട് നന്ദി പറഞ്ഞിരുന്നു. MA യൂസഫ് അലി എന്ന മനുഷ്യന്റെ കർമ്മപഥം ഇനിയും ബാക്കിയാണ്. സ്വപ്നങ്ങൾ കാണാനുള്ള കഴിവും കാണുന്ന സ്വപ്നങ്ങൾ പദ്ധതികളായി വിഭാവനം ചെയ്ത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുമാണ് നാട്ടിക എന്ന ചെറിയ ഗ്രാമത്തിൽ പിറന്ന അദ്ദേഹത്തെ ലോകമറിയുന്ന ഒരു സംരംഭകനാക്കിയത്. ലുലു എന്ന മേൽവിലാസം ഇന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുന്ന ഒന്നാണ്. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അനേകം സാധ്യതകളാണ് ഇപ്പോഴും യൂസഫ് അലി എന്ന മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെടുന്ന നിരവധി ആശയങ്ങൾ. നിരന്തരമായ കഠിനാധ്വാനമാണ് തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് എല്ലായ്പ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നു. തനിക്ക് പിന്നാലെ വരുന്ന തലമുറയോട് അദ്ദേഹം പറയുന്നതും അതുതന്നെയാണ്. ആരാണ് മലയാളിക്ക് MA യൂസഫ് അലി? അതിസമ്പന്നനായ ഒരു മലയാളി കച്ചവടക്കാരനോ, അനേകം പേരുടെ ജീവിതത്തിലെ നിർണായക സ്വാധീനമായിട്ട് മാറിയ ഒരു തൊഴിൽ ദാതാവോ, സമ്പന്നതയുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും സാമൂഹിക പ്രതിബദ്ധതയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യസ്നേഹിയോ, കേരളത്തിന്റെ ഉപഭോഗശീലങ്ങളെ ആകെ മാറ്റിമറിച്ച ഹൈപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് അടക്കമുള്ള പുതിയ സാമ്പത്തിക പെരുമാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംരംഭകനോ? ഉത്തരം എന്തു തന്നെ ആയാലും കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ യൂസഫ് അലി എന്ന വ്യക്തിക്കും ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട്. ആഗോളവൽക്കരണ കാലത്തെ പുതിയ ഉപഭോഗ സാമൂഹിക ജീവിത ശൈലികളിലേക്ക് വലിയൊരു മധ്യവർഗ മലയാളി സമൂഹത്തെ വഴിതിരിച്ചു വിട്ടതിൽ യൂസഫ് അലി എന്ന കച്ചവടക്കാരന്റെ ആസൂത്രണ തികവിന്റെ മികവ് നമുക്ക് കാണാം. താൻ കണ്ട സ്വപ്നത്തെ പരുവപ്പെടുത്താനുള്ള ഒരേയൊരു മാർഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യൂസഫ് അലി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ നേടിയ വിജയത്തിന്റെ കഥ നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ജീവിതം കരുപിടിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഏതൊരു മലയാളിക്കും മുന്നിൽ ഇന്നും അണയാത്ത പ്രതീക്ഷകളുടെ കെടാവിളക്ക് തന്നെയാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.